ഓക്സ്ഫോർഡ് എന്ന നഗരത്തിലെത്തുമ്പോൾ സമയം തന്നെ പഴയ കാലത്തിലേക്ക് മടങ്ങിയതായി തോന്നുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ കാണുന്ന ക്രൈസ്റ്റ് ചർച്ച് കോളേജ് എന്ന് പറയുന്ന ഈ കോളേജ്. ലോകത്തിൽ ഒരേ സമയം കോളേജും അതോടൊപ്പം തന്നെ കത്തീഡ്രലും പ്രവർത്തിക്കുന്ന അത്യപൂർവമായിട്ടുള്ള ഒരു സ്ഥലങ്ങളിലൊന്നാണ് ഈ കാണുന്ന ക്രൈസ്റ്റ് ചർച്ച് കോളേജ് എന്ന് പറയുന്നത്. 1525 കാർഡിനൽ വോൾസ്കി കാർഡിനൽ കോളേജായി സ്ഥാപിക്കുകയും പിന്നീട് 1546 കിങ് ഹെൻറി എട്ടാമൻ ക്രൈസ്റ്റ് കോളേജ് എന്ന നിലയിൽ മാറ്റി സ്ഥാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഒട്ടേറെ ചരിത്രമുറങ്ങുന്ന ഈ കോളേജിനെക്കുറിച്ച് ഒരു 3 മിനിറ്റ് വീഡിയോയിൽ പറഞ്ഞാൽ തീരില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാതെ പോകാനും പറ്റില്ല. ഗോത്തിക് കാലഘട്ടത്തെ അനുസ്മരിക്കും വിധത്തിലുള്ള നിർമ്മാണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. വലിയ ബിൽഡിങ്ങുകൾ, അതോടൊപ്പം തന്നെ ടവറുകൾ, കോറിഡോർസ്, അതുപോലെ തന്നെ ഈ വലിയ നടുമുറ്റം, ഈ ഒരു ഓപ്പൺ കോർട്ട്യാർഡ്, അതുപോലെ തന്നെ ലോങ് കോറിഡോർസ് ഒക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ കോളേജിൻ്റെ വീഡിയോസും ഫോട്ടോസും കാണുമ്പം തന്നെ ഹാരി പോട്ടർ ആരാധകരുടെ മനസ്സിൽ വരിക അവർ കണ്ട് മറന്ന ഹാരി പോട്ടർ ലൊക്കേഷനുകളും ആ ഹാരി പോട്ടറിൻ്റെ മൂവികളിലെ പല രംഗങ്ങളുടെയും ഭാഗങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഒട്ടേറെ ഭാഗങ്ങൾ, ഈ കോളേജിൻ്റെ ഭാഗങ്ങൾ ഹാരി പോട്ടർ സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. ഹാരി പോട്ടർ സിനിമകളുടെ ഭാഗമായതുകൊണ്ട് മാത്രമല്ല ഈ കോളേജ് ഏറെ പ്രസിദ്ധമാകുന്നത്. അത്രയേറെ ചരിത്രവും പാരമ്പര്യമുള്ള കോളേജ് കൂടി ആയതുകൊണ്ടാണ് ഇതിന് എത്രയും വലിയ പ്രസക്തി വന്നത്. ഹാരി പോട്ടറുമായി ബന്ധപ്പെട്ട ഹൊഗാർട്സ് ലോകത്തിൻ്റെ യഥാർത്ഥ ഇൻസ്പിറേഷനാണ് ഈ ഒരു കോളേജ് എന്ന് പറയുന്നത്. ഈ ഒരു കോളേജിൻ്റെ ഗ്രേറ്റ് ഡൈനിങ് ഹാള് ചാൾസ് രാജാവ് ഒന്നാമൻ്റെ പാർലമെൻറ്റ് കൂടി ഇരുന്ന വേദിയായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ആലിസ് ഇൻ വണ്ടർലാൻഡ് എഴുതിയ ലൂയിസ് കരോള് ഈ ഒരു ക്രൈസ്റ്റ് ചർച്ചിലെ അധ്യാപകനായിരുന്നു. 13 ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റേഴ്സ് ഇവിടെ പഠിച്ചിറങ്ങിയവരാണ്. 8-ാം നൂറ്റാണ്ട് മുതൽ ഈ ഒരു ക്രൈസ്റ്റ് ചർച്ച് കോളേജ് നിന്നിരുന്ന സ്ഥലത്ത് റിലീജിയസ് സൈറ്റ് ഉണ്ടായിരുന്നതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. രാജകുടുംബാംഗങ്ങൾ മുതൽ വിദേശാധിപതികൾ, നോബൽ ജേതാക്കൾ, ശാസ്ത്രജ്ഞർ, അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ലോകം അറിയപ്പെടുന്ന ഒട്ടേറെ ആളുകൾ പഠിച്ചതും പഠിപ്പിച്ചതുമായിട്ടുള്ളൊരു വലിയൊരു കോളേജാണ് ഈ ക്രൈസ്റ്റ് ചർച്ച് കോളേജ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കോളേജും അതിൻ്റെ ഇടനാഴിയും ഇതിൻ്റെ കെട്ടിടങ്ങളൊക്കെ കണ്ട് നടക്കുമ്പോൾ നമ്മൾ വേറെ ഏതോ പഴയ ലോകത്തിലൂടെ നടക്കുന്നൊരു ഫീലിംഗാണ്. പക്ഷേ ആധുനികതയുടെ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്ന വലിയൊരു സ്ഥാപനമായിട്ട് ഇന്നത് മാറിയിട്ടുണ്ട്. ഏകദേശം 600 മുതൽ 700 വരെ കുട്ടികൾ അവിടെ ഓരോ വർഷവും പഠിച്ചിറങ്ങുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ഈ ഒരു കോളേജ് സന്ദർശിച്ചു പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും ഹാരി പോട്ടർ മൂവി ലവേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ പങ്കും വളരെ വലുതാണ്. ഹാരി പോട്ടർ മൂവിയിൽ കാണുന്ന പല ഭാഗങ്ങളും ഈ കോളേജിൽ വന്ന് നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രതീതി ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഇപ്പോൾ ക്രൈസ്റ്റ് ചർച്ച് കോളേജിൻ്റെ ഏതാനും കുറച്ച് ഭാഗങ്ങളും അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഹാരി പോട്ടർ മൂവി ലവേഴ്സ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ക്രൈസ്റ്റ് ചർച്ചിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ.